ആളിന്റെ എണ്ണത്തിലല്ല കാര്യം എന്ന് വീണ്ടും മല്ലയ്യ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഇപ്പം രണ്ടുപേരേ ഉള്ളൂ, അൻഫിബയും മല്ലയ്യയും മാത്രമേ ഉള്ളൂ ഡെൻ ടീമിൽ. എന്നിട്ടും അവർ ആ ടാസ്ക് നിഷ്പ്രയാസം ജയിച്ചു. ടാസ്ക് വളരെ ഇച്ചിരി പ്രശ്നമായിരുന്നു. ജിൻഡോയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ എന്തോന്ന് തകർക്കുകയും വേണം, പിരമിഡ് തകർക്കുകയും വേണം, സ്വന്തമായിട്ട് പിരമിഡ് നിർമ്മിക്കുകയും വേണം എന്നുള്ള അവസ്ഥയിലാണ്. ജിൻഡോ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇച്ചിരി ആക്രമണ ജിൻഡോയാണ് മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം പേടിയുണ്ടായിരുന്നത് ജിൻഡോയിൽ തന്നെയാണ്. ജിൻഡോ എങ്ങനെ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമായിരുന്നു ഇതിൻ്റെ വിജയം. ഏതായാലും 2 പേരുണ്ടെങ്കിലും ഞങ്ങൾ ജയിക്കും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏതായാലും ജിൻഡോയുടെ ടീം തന്നെയാണ്. അൻഫിബയും ജിൻഡോയും അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. കളിക്കുന്നതിന് മുമ്പ് ഇവർ 2 പേരും കൂടെ എന്ത് ചെയ്യും എന്ന് നമുക്ക് തോന്നി. കാരണം ഈ ഗെയിമൊക്കെ ജിൻഡോയെ സംബന്ധിച്ച് കളിച്ച് ജയിക്കാൻ പറ്റും. പക്ഷേ ഇവർ 4 പേരുണ്ടായിരുന്നു, നിഷ്പ്രയാസം ഇവരെ ജയിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇത് നമുക്കൊരു സംശയം തോന്നി. സംശയത്തിനൊന്നും കാരണമില്ല. നമ്മുടെ മല്ലയ്യയുള്ള ടീം അത് ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇത് മത്സരം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. നമ്മളെ ജിൻഡോയെ തകർക്കാൻ നേരത്തെ തന്നെ സായിയും അഭിഷേകും എല്ലാം കൂടെ പ്ലാൻ ചെയ്തു. പക്ഷേ അവരുടെ പിടിയിലൊന്നും നിന്നില്ല. ഒരവസരത്തിൽ ജിൻഡോയെ ഇന്നലെ പ്രൊമോയിൽ കണ്ട പോലെ ലോക്കിട്ട് അഭിഷേക് പിടിക്കുന്നുണ്ട്. അതുതന്നെ ജിൻഡോയെ നമ്മുടെ സായിയും അഭിഷേകും കൂടെ ചേർന്ന് ജിൻഡോയെ മറിച്ചിട്ട് ലോക്കിട്ട് പിടിക്കുന്നുണ്ട്. അതൊക്കെ നിമിഷ നേരം കൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു. ഏതായാലും ടീം വിജയം നേടിയിരിക്കുകയാണ്. ജിൻഡോയുടെ ടീമാണ് ഇപ്പം പവർ ടീമിലേക്ക് വരാനുള്ള ആദ്യത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. ഇത് ജിൻഡോയെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമ്മൾ വടംവലി മത്സരത്തിൽ ജിൻഡോ ഏത് ടീം ഇറങ്ങുന്നോ അത് ജയിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. ഇപ്പോഴും അത് തന്നെ. അതുപോലെ ഭാരം ഉയർത്തുന്നത് റെസ്മിനെയൊക്കെ ആദ്യമേ പവർ ടീമിൽ കൊണ്ടുപോകുന്നതും ജിൻഡോ തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അൻഫിബയും പിന്നെ ജിൻഡോയും മാത്രമായിട്ട് പവർ ടീം വരാനും നമ്മളിപ്പോൾ സാധ്യത കാണുന്നത്. ആദ്യ മത്സരത്തിൽ ജയിച്ച് ജിൻഡോ വീണ്ടും മല്ലയ്യ താൻ തന്നെയെന്ന ശക്തമായ വാദമാണ് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളൊക്കെ കാണാം.